ബ്രില്യൻറ്റ് ആൻഡ് ബ്രൂട്ടൽ ക്രൈം. ഷാരോൺ വധക്കേസിനെ കുറിച്ച് കോടതിയുടെ വാക്കുകളാണിത്. ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. ഒരു തുള്ളി വെള്ളമിറക്കാൻ കഴിയാതെ 11 ദിവസം ആശുപത്രിയിൽ കിടന്ന ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയാണ്. ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിലായിരുന്നു. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുൻപിൽ പ്രസക്തമല്ല. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന മോശം സന്ദേശമാണ് ഈ കേസ് നൽകിയതെന്ന് പറഞ്ഞാണ് കോടതി പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. ഇതോടെ സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന 3ാമത്തെ വനിതയും കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയുമായി ഗ്രീഷ്മ മാറി. കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ 2006 മാർച്ചിലാണ് ആദ്യമായ ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിനടുത്ത് നടത്തിയിരുന്ന വിധുകുമാരൻ തമ്പിയെ ബിനിതയും മിലിറ്ററി ക്യാമ്പിലെ നഴ്സായിരുന്ന കാമുകൻ രാജുവും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കിടത്തിക്കൊണ്ടുപോയി ഊട്ടിക്കടുത്ത് കൊക്കയിൽ തള്ളുകയായിരുന്നു. അന്ന് ബിനിതയ്ക്ക് 35 വയസ്സായിരുന്നു പ്രായം. കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമായി കുറച്ചു. വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിലെ പ്രതിയായ റഫീഖ ബീവിക്കാണ് ഇതിനുശേഷം തൂക്കുകയർ ലഭിച്ചത്. 2024 മെയ് മാസത്തിലായിരുന്നു ശാന്തകുമാരി കേസിലെ വിധി വന്നത്. സ്വർണ്ണാഭരണങ്ങൾ കവരാനാണ് വയോധികയായ ശാന്തകുമാരിയെ റഫീഖ ബീവി കൊലപ്പെടുത്തിയത്. കേസിൽ കൂട്ടുപ്രതികളായ വള്ളിക്കുന്നത്ത് വീട്ടിൽ അൽ-അമീൻ, 3ാം പ്രതി റഫീഖയുടെ മകൻ ഷെഫീഖ് എന്നിവർക്കും വധശിക്ഷ ലഭിച്ചിരുന്നു. റഫീഖ ബീവിക്ക് വധശിക്ഷ വിധിച്ച അതേ കോടതിയും അതേ ജഡ്ജും തന്നെയാണ് ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചത്. വധശിക്ഷ ഉത്തരവിൽ ഒപ്പുവെച്ച പേന പിന്നീട് ഉപയോഗിക്കാറില്ല. ചില ജഡ്ജിമാർ കോടതി മുറിയിൽ തന്നെ പേന കുത്തിയൊടിക്കാറാണ് പതിവ്. വധശിക്ഷ വിധിക്കുന്ന ദിവസം കോടതിയിൽ മറ്റ് കേസുകൾ പരിഗണിക്കാറുമില്ല. ഒരിക്കൽ വധശിക്ഷ എഴുതുകയോ ഒപ്പിടുകയോ ചെയ്താൽ വിധി പുനഃപരിശോധിക്കാനോ റദ്ദാക്കാനോ ആ വിധി പറഞ്ഞ ജഡ്ജിമാർക്ക് അധികാരമില്ല. പിന്നീട് ഇക്കാര്യം പുനഃപരിശോധിക്കാൻ അധികാരം ഉയർന്ന കോടതിക്ക് മാത്രമാണ്. അതിനാൽ ജഡ്ജി സ്വന്തം വിധി പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനാണ് പേന തകർത്തൊടിച്ചു കളയുകയോ പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയോ ചെയ്യുന്നത്. ട്രയൽ കോർട്ടിൽ നിന്ന് വധശിക്ഷാ വിധി വന്നാൽ പിന്നീട് ഹൈക്കോർട്ടിന്റെ കൺഫർമേഷൻ, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ, റിവ്യൂ ആൻഡ് റീഓപ്പണിംഗ് ഓഫ് എ റിവ്യൂ, ക്യൂറേറ്റീവ് പെറ്റീഷൻ, മേഴ്സി, ഡെത്ത് വാറന്റ്, അങ്ങനെ നടപടിക്രമങ്ങൾ ഒരുപാടുണ്ട്. സംസ്ഥാനത്ത് 39 പേരാണ് വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത്. ഷാരോൺ വധക്കേസിലെ വിധി വന്നതോടെ ഗ്രീഷ്മ 40ാമത്തെ പ്രതിയായി.